പ്രത്യാക്രമണം ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കൊടുത്തത് ഏതെങ്കിലും സാധാരണ കേന്ദ്രങ്ങളിലേക്കായിരുന്നില്ല. അത് തലക്കടിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇന്ത്യ പോയി. സിയാൽകോട്ട് ആണെങ്കിൽ, ലാഹോർ ആണെങ്കിൽ, കറാച്ചിയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അത് ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ഉറച്ചു നിൽക്കാനായിരിക്കുമോ ഇന്ത്യ ഇനിയുള്ള മണിക്കൂറുകൾ ശ്രമിക്കുക? അങ്ങനെ ആയിരിക്കുമോ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത പാകിസ്ഥാന്, അടി ഇരന്ന് വാങ്ങുന്ന പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന നീക്കം? അപർണ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ തിരിച്ചടി ഉണ്ടാവും എന്ന് ഇന്ത്യ വ്യക്തമായി പറഞ്ഞു. ഇന്ത്യ അതിന് സമയം നൽകി പാകിസ്ഥാന്. ഏതെങ്കിലും തരത്തിൽ ഭീകരവാദികളാണെങ്കിൽ ഭീകരവാദികളെ പിടികൂടാനും ഭീകരവാദികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാനും അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനും ഒക്കെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു പുനർചിന്തനത്തിന് തയ്യാറാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പെട്ടെന്ന് ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ 15 ദിവസം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. ഇത്തരം ഒരു തിരിച്ചടി നൽകുന്നതിന് ഇന്ത്യക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ഒക്കെ നൽകാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ ഇന്ത്യ ചെയ്തത് അങ്ങനെയല്ല. ഏതെങ്കിലും പാകിസ്ഥാനെ പോലെ ഒരു പ്രതിച്ഛായല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാലമായി ഇന്ത്യക്ക് രൂപപ്പെട്ടു വന്ന ഇന്ത്യയുടെ ഒരു ആഗോള പ്രതിച്ഛായയാണ്. അത് എല്ലാ കാലത്തും ഇന്ത്യക്ക് ചേരിചേരാ നയത്തിൻ്റെ കാലം മുതൽ ഇന്ത്യക്ക് ആ തരത്തിലേക്കുള്ള ഒരു പ്രതിച്ഛായ ഇന്ത്യക്ക് ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോഴായാലും ഈ റഷ്യ യുക്രൈൻ യുദ്ധം വരുമ്പോൾ അടക്കം അതിന് സമാധാനത്തിന് വേണ്ടി ഇന്ത്യ ഇടപെടണമെന്നുള്ള ആവശ്യമൊക്കെ ലോകത്ത് ഉയരുകയും പ്രധാനമന്ത്രി തന്നെ അക്കാര്യത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഈ നെഹ്റുവിൻ്റെ കാലം മുതൽ ആ തരത്തിലേക്കുള്ള ഒരു അംഗീകാരം ലോകത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം, ആളുകളുടെ വികാരമൊക്കെ നോക്കി ഇങ്ങോട്ടടിച്ചാൽ ഒരടി രണ്ടടി അങ്ങോട്ട് അടിക്കുക എന്നുള്ള തരത്തിൽ തീരുമാനം എടുക്കാൻ കഴിയും. ഇന്ത്യ വളരെ കൃത്യമായി തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ വളർത്തുന്നത്, ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നത്, എങ്ങനെയാണ് പാകിസ്ഥാൻ ലോകത്തിന് ഭീഷണിയാവുന്നത്, ഇതെല്ലാം ബോധ്യപ്പെടുത്തിയ ശേഷവും ഇന്ത്യ 15ാമത്തെ ദിവസമാണ് ആക്രമണം നടത്തുന്നത്, പ്രത്യാക്രമണം നടത്തുന്നത്. ആ പ്രത്യാക്രമണത്തിൽ തന്നെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഒഴിവാക്കുന്നു, എന്തിന് പാകിസ്ഥാൻ സേനയെ പോലും ഒഴിവാക്കുന്നു. വേണ്ട, പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലേക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പ്രകോപന കാരണമാണ്. അങ്ങനെ പോലും ഇന്ത്യ ചെയ്യുന്നില്ല. ഇന്ത്യ കൃത്യമായി 9 ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം നോക്കി ഒരു തരത്തിലും പാകിസ്ഥാനിലേക്ക് ഈ ഭീകരവാദ കേന്ദ്രങ്ങളല്ലാതെ മറ്റൊരു സാധാരണ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു സ്കൂളോ ഒരു ഓഫീസോ അതൊന്നും തകരരുത് എന്ന മട്ടിൽ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നത്. അത് വളരെ കൃത്യമായ ഒരു സന്ദേശമായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും ആക്യുറേറ്റായി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം കൂടിയായിരുന്നു. ഇന്ത്യ യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശം ലോകത്തിന് കൂടിയാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിച്ചത് ഇന്ത്യക്കാരായ 16 ഗ്രാമീണരെ കൊന്നുകൊണ്ടാണ്. അത് ഷെല്ലാക്രമണത്തിൽ അതിർത്തിയിലൊക്കെ LOCയിലൊക്കെ താമസിക്കുന്ന ഗ്രാമീണരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ള ഒന്നാണ്. വലിയ യുദ്ധമുണ്ടാകുമ്പോൾ പോലും അങ്ങനെ അതിർത്തിയിൽ താമസിക്കുന്ന പാവപ്പെട്ട ഗ്രാമീണരുടെ വീടിന് നേരെയൊന്നും ആരും ഇന്ത്യ പാകിസ്ഥാനിലെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നേരെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെയോ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പതിവില്ല. അവർ ഈ യുദ്ധത്തിലൊന്നും പങ്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പ്രതികളോ ഒന്നുമല്ല. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുക, അതും ദരിദ്രരായ മനുഷ്യരാണ് മഹാഭൂരിപക്ഷവും ഒക്കെ അവിടെ താമസിക്കുന്ന. ആടിനെ മേയിച്ചോ കൃഷി ചെയ്തോ ഒക്കെ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ 12 പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രമാക്കി പാകിസ്ഥാൻ മിസൈലുകൾ തൊടുക്കുന്നു. ഈ 12 നഗരങ്ങൾ കേന്ദ്രമാക്കിയുള്ള മിസൈലുകൾ തൊടുക്കുമ്പോഴും ഇന്ത്യ 12 ഒന്നുപോലും ഇന്ത്യൻ വ്യോമാതിർത്തി ഇന്ത്യയുടെ ആകാശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ തിരിച്ചിടുന്നു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ വീണ്ടും കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ നിലപാട് ഇതാണ്: ഇന്ത്യ ആദ്യം ആക്രമണത്തിന് തയ്യാറല്ല. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ ആക്രമിക്കുന്ന ശൈലിയിലായിരിക്കത്തില്ല, അത് ചിലപ്പോൾ കടുത്തു പോകും എന്നുള്ളതും ഇന്ത്യ വ്യക്തമാക്കുന്നു. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് അടിക്കുന്നതിനെ ഒട്ടും കുറയ്ക്കില്ല എന്നതിന് സന്ദേശം കൊടുക്കുന്നു. ആദ്യം അങ്ങോട്ട് കയറി അടിക്കില്ല എന്നതും അത് ഒരു വലിയ മാന്യമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നു. ഞങ്ങൾ സൈന്യത്തിന് നേരെ ഒന്നും ആക്രമണത്തിനും തുനിഞ്ഞില്ല, ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ള നിലപാട് തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലെ ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ രാത്രിയിലടക്കം അവിടെ നിന്ന് വീണ്ടും ഇത്തരം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായ സമയത്താണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഒരു ആക്രമണം. അതാണ് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലും ലാഹോറിലുമെല്ലാം അവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളോ പ്രത്യാക്രമണമോ ഒക്കെ എന്തായാലും ഉണ്ടായത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇത്ര വലിയൊരു രീതിയിലേക്ക് ഇന്ത്യ ഈ യുദ്ധമുഖത്ത് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇസ്ലാമാബാദ് ലക്ഷ്യമാക്കിയൊന്നും ഏതെങ്കിലും ഒരു മിസൈൽ പാഞ്ഞു വരും എന്നോ അല്ലെങ്കിൽ കറാച്ചിയിലെ തുറമുഖം ലക്ഷ്യമാക്കി ഏതെങ്കിലും മിസൈൽ പാഞ്ഞു വരുമെന്നോ ഒന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പാകിസ്ഥാനുള്ള ഒരു യുദ്ധം ഒന്നുമല്ല. ഇതൊരു ഇന്ത്യയുടെ ഒരു സൂചനയാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം കഴിയും, നിങ്ങൾ ഓർത്തിരുന്നോളൂ എന്ന് പാകിസ്ഥാനോടും ലോകത്തോടും വിളിച്ചു പറയുകയാണ്. ഇന്ത്യ ഇതിനെല്ലാം കഴിവുള്ള രാജ്യമാണ്. ഇന്ത്യ ഇത് ചെയ്യാതിരിക്കുന്നത് ഇന്ത്യയുടെ പക്വമായ നിലപാട് കൊണ്ടാണ്, അന്തസ്സായ നിലപാടെടുക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വൃത്തികേടുകൾക്ക് മുതിരാത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ശേഷിയുണ്ട് എന്നത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനിയും ആക്രമിക്കാൻ വന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടിയാവും ഉണ്ടാവുക.